നമസ്കാരം. ഇന്നലെ നമ്മൾ അഭിമന്യുവിൻ്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നാടോടി കഥയാണ് പറഞ്ഞത് അല്ലേ? ശശിരേഖയെക്കുറിച്ചുള്ള കഥ. ഭാഗവതത്തിലെ അഭിമന്യു ഉത്തരയെയാണ് സ്വയംവരം ചെയ്യുന്നത്. അർജുനൻ്റെ പാണ്ഡവരുടെ അജ്ഞാതവാസത്തോടനുബന്ധിച്ച് അവർ നിൽക്കുന്ന കൊട്ടാരത്തിലെ രാജകുമാരിയായിരുന്നു. അത് വേറെ ഒരു ദിവസം കഥയായി പറയാൻ തന്നെ ഉള്ളതുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ 100 പുത്രന്മാരിലെ ഏറ്റവും മുമ്പനും വമ്പനുമായിട്ടുള്ള ഒരു അസുരനുണ്ടായിരുന്നു, ബാണാസുരനെ കുറിച്ച് ആവട്ടെ ഇന്നത്തെ കഥ. ഈ അസുരനെ വലിയ വരബലമൊക്കെ ഉണ്ടായിരുന്നു. ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ദീർഘായുസ്സും ദീർഘകാല സൗഭാഗ്യവും ഒക്കെ ലഭിച്ചിരുന്നു. കൃതയുഗത്തിൻ്റെ അന്തിമഘട്ടത്തിൽ ജനിച്ച ഈ ബാണാസുരൻ ത്രേതായുഗവും കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിലാണിപ്പോൾ ജീവിക്കുന്നത്. ശോണിതപുരം എന്ന ഒരു മഹാനഗരിയൊക്കെ ഉണ്ടാക്കി അവിടെ ബാണാസുരൻ അതുല്യ പ്രഭാവത്തോടെ ഇങ്ങനെ ഭരിക്കുകയാണ്. ബാണൻ മഹാദേവൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ കൈലാസത്തിലൊക്കെ പോയി പാർവതീരമണ പൂജയൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ നടരാജ നൃത്തം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ താളത്തിനനുസരിച്ച് ഒക്കെയാണ് മുരശുവാദ്യമൊക്കെ മുഴക്കി തപസ്സനുഷ്ഠിച്ചത്. അപ്പോൾ ഭക്തവത്സലനായിട്ടുള്ള മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അവനെ 1000 കരങ്ങളുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതിനും പുറമെ വേറൊരു വരം കൂടി അവൻ ചോദിക്കുന്നുണ്ട്. പരമശിവൻ പാർവതീ സമേതം പരിവാരങ്ങളോട് കൂടിയിട്ട് അവൻ്റെ കോട്ടവാതിക്കൽ നിത്യവും കാവൽ നിൽക്കണം. അതായിരുന്നു അവൻ ചോദിച്ച വരം തന്നെ. അപ്പോൾ ഭക്തൻ ചോദിക്കുന്ന വരം ഭക്തവത്സലിന് കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വരവും മഹാദേവൻ കൊടുക്കുകയാണ്, ബാണന് നൽകുകയാണ്. അങ്ങനെ മഹാദേവൻ ഭൂതഗണങ്ങളോടും ഈ കുട്ടികൾ സ്കന്ദനും ഗണേശനും എല്ലാവരോടും കൂടിയിട്ട് അംബികാസമേതം ഭാര്യ പാർവതി എല്ലാവരും ഉണ്ട് ഈ അസുരൻ്റെ ഗോപുര വാതിൽക്കൽ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. ദൈവമാണെങ്കിലും ആലോചനയില്ലാതെ ഇങ്ങനെ ഓരോന്ന് പ്രവർത്തിച്ചാൽ എന്താ ചെയ്യുക അല്ലേ? അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി തന്നെ വരുമല്ലോ. അങ്ങനെ ഭയങ്കര അഹങ്കാരിയായി തീർന്നു ഈ ബാണൻ. ഒരു ദിവസം അന്ധകാന്തകനോട് മഹാദേവനോട് പറയുകയാണ്, നിന്തിരുവടി അനുഗ്രഹിച്ച് നൽകിയ ഈ 1000 കരങ്ങളുണ്ടല്ലോ, അത് ഇന്ന് എനിക്കൊരു ഭാരമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എന്നോട് എതിരിടുവാൻ ഈ ത്രിഭുവനത്തിലും ഇനിമേൽ ആരും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ യുദ്ധം ചെയ്യാതെ ഈ കൈകൾ കൊണ്ട് എന്താ പ്രയോജനം വീരന്മാർക്ക്? അപ്പോൾ ആ കരങ്ങൾ അവർക്കൊരു ഭാരം തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ ഈ ഡമ്പ് നിറഞ്ഞ ഈ അഹങ്കാര വചനങ്ങൾ കേട്ടിട്ട് മഹാദേവൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, അതോർത്ത് പേടിക്കേണ്ട. മതം അടക്കുവാൻ ഒരിക്കൽ ഒരു മഹാപുരുഷൻ നിൻ്റെ അടുത്ത് വരും. നിനക്ക് ഭാരമെന്ന് തോന്നുന്ന ഈ 1000 കൈകളും അദ്ദേഹം വെട്ടിമുറിക്കും. നിൻ്റെ കൊടിമരം ഒടിയുന്ന ദിവസമായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ്. ഭഗവാനെ, അടിയൻ വെറുതെ പറഞ്ഞതാണ്. അടിയൻ്റെ കരങ്ങൾ വെട്ടിമുറിക്കാൻ ഒരു മഹാപുരുഷൻ ഇവിടെ വരുമെന്നോ? അത്രയ്ക്ക് ശക്തനായ ഒരു പുരുഷൻ ഈ ത്രിഭുവനത്തിൽ ഇപ്പോൾ ജനിച്ചിട്ടുണ്ടോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ ചൊല്ലി ഈ ബാണൻ നിർഭയൻ എന്ന മട്ടിൽ ഈ മഹാദേവൻ്റെ നേർക്കൊന്ന് നോക്കി ചിരിക്കുകയാണ്. എങ്കിലും അന്നു മുതൽ അവൻ എന്നും ഈ കൊടിമരം കേതു ഒടിയുന്നുണ്ടോ എന്ന് രഹസ്യമായിട്ട് പരിശോധിച്ചു വന്നു. അഹങ്കാരം കൊണ്ട് ഗർവിഷ്ഠനായി തീർന്ന ബാണൻ്റെ അഹങ്കാരം കെടുത്തണമെന്ന് ശ്രീകൃഷ്ണനും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താ? തനിക്കെതിരായിട്ട് ഈ ബാണാസുരൻ ജരാസന്ധനെ സഹായിക്കാൻ പുറപ്പെട്ടവനാണ്. അത്രയ്ക്ക് അഹമ്മതി പാടില്ലല്ലോ ആൾക്കാർക്ക്. മാത്രമല്ല, മഹാദേവനെ അവൻ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. അതാണ് അവൻ്റെ വേറൊരു ബലം. അങ്ങനെ കൃഷ്ണ ഇതൊക്കെ ആലോചിച്ചിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാണന് ഉഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മകളുണ്ട്. അവൾ കന്യകയാണ്, സുന്ദരാംഗികളിൽ സുന്ദരി, വളരെ സുന്ദരീധാമം തന്നെ പറയാം. അങ്ങനെയായിരുന്നു ഈ ഉഷ. അപ്പോൾ തൻ്റെ മകൾക്ക് അനുരൂപനായിട്ടുള്ള ഭർത്താവ് ഈ ലോകത്തിൽ ആരാണ് ഉള്ളതെന്ന് ബാണൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. ഉഷ ദിവസവും ഉഷസ്സിൽ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഭക്തിപൂർവം ഗോപുരവാതിക്കൽ വന്ന് മഹാദേവനെയും പാർവതിയെയും കണ്ടു വന്ദിക്കുമായിരുന്നു. ഒരു ദിവസം പാർവതിയെ തൊഴുതുകൊണ്ട് ആ കന്യകാമണി പ്രാർത്ഥിക്കുകയാണ്, ദേവി ശൈലനന്ദിനി, ദേവിക്ക് പരമശിവൻ എന്നതുപോലെ അനുരൂപനായിട്ടുള്ളൊരു ഭർത്താവ് എനിക്കുണ്ടാവാൻ കനിഞ്ഞനുഗ്രഹിക്കണേ.
അങ്ങനെ ഉഷയുടെ പ്രാർത്ഥന ഉമാദേവിയുടെ ഉള്ളത്തെ സ്പർശിക്കുകയാണ്. ദേവി അനുഗ്രഹപൂർവ്വം കൽപ്പിച്ചു, ബാലേ, നിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു. ഇന്നേക്ക് 3-ാം ദിവസം രാത്രിയിലെ അതിയോഗ്യനായിട്ടുള്ള ഒരു യുവാവ്, അവനെ നീ സ്വപ്നത്തിൽ കാണും. അവൻ നിൻ്റെ ഭർത്താവായിട്ട് വരികയും ചെയ്യും. അങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് ആ ഉഷ പാർവതി ദേവിയെ തൊഴുത് വന്ദിച്ച് മടങ്ങിപ്പോയി. ദേവി കൽപ്പിച്ചതുപോലെ തന്നെ 3-ാമത്തെ ദിവസം രാത്രിയിലെ ഉഷ ഒരു സ്വപ്നം കാണുകയാണ്. വളരെ സുന്ദരനായിട്ടുള്ളൊരു യുവാവ് തൻ്റെ കൂടെ ജീവിക്കുന്നതായിട്ടാണ്, അവൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ ഞെട്ടി ഉണർന്നു, വളരെ സന്തോഷവതിയായിട്ട് തന്നെ ഞെട്ടി ഉണർന്നു. അയാളെന്നെ അടുത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് പുണരാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്വപ്നമായിരുന്നു എന്ന്. അങ്ങനെ ആകെ വിഷമിച്ചു. അപ്പോൾ കരയാൻ തുടങ്ങി, ഏങ്ങി കരയാണ്. അപ്പോൾ ഈ ബാണസജീവനായിട്ടുള്ള കുംഭാണ്ഡൻ്റെ പുത്രി ചിത്രലേഖ ഉഷയുടെ ഉറ്റ തോഴിയാണ്. അപ്പോൾ ചിത്രലേഖ ചോദിക്കുകയാണ്, എന്താ പറ്റിയത് സ്വാമിനി, എന്തു പറ്റി? ഉഷ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറയാണ്, ആ സ്വപ്നത്തിൽ കണ്ട ആ യുവാവിനെ പിരിഞ്ഞ് എനിക്ക് ഇനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അത്രയും എനിക്ക് മാനസികമായിട്ട് അടുപ്പം തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ ചിത്രലേഖയെ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞപ്പോൾ ചിത്രലേഖ ഈ വിരഹവേദനയിൽ ഉഷ പറഞ്ഞ പുലമ്പിയ വാക്കുകൾ കേട്ടിട്ട് ഐശ്വര്യങ്ങളും തികഞ്ഞ കലയിൽ വൈദഗ്ധ്യമുള്ളവളുമായിട്ടുള്ള ചിത്രലേഖ മനസ്സിലെന്തോ ചിന്തിച്ചതിന് ശേഷം ഉഷ വർണ്ണിച്ച മാതിരിയൊക്കെയുള്ള ആകൃതിയോടുകൂടി ഒരു രാജകുമാരനെ വരയ്ക്കുകയാണ്. ഒരെണ്ണത്തെ അല്ല, ഓരോരോ രാജകുമാരന്മാരെ ഇങ്ങനെ മാറി മാറി വരച്ച് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ സർവ്വ ചിത്രങ്ങളെയും ഉഷ നിഷേധിക്കുകയാണ്. ഇതുപോലെയല്ല എന്ന് പറയാം. ദേവകുമാരന്മാരുടെയും അഷ്ടദിക് പാലക നന്ദനന്മാരുടെയും പടങ്ങൾ വരച്ച് കാണിച്ചു. അപ്പോൾ ഇല്ല, ഇതൊന്നും എൻ്റെ സ്വപ്ന പുരുഷനുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല, അതൊക്കെ തള്ളിക്കളയാണ് ഉഷ. പിന്നീട് ചിത്രലേഖ എന്താ ചെയ്തതെന്നറിയോ? സൂര്യവംശ രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ എഴുതി കാണിച്ചു, അതും ഫലിച്ചില്ല. ചന്ദ്രവംശ രാജകുമാരന്മാരുടെ പടങ്ങൾ വരച്ച് കാണിച്ചു, അവയ്ക്കൊന്നിനും സാമ്യമില്ല. അപ്പോൾ എന്തൊരു കഥയത് ചിത്രലേഖ ആലോചിക്കുക. പിന്നെ യോഗ്യന്മാരായിട്ടുള്ള മുനികുമാരന്മാരുടെ ചിത്രങ്ങൾ വരച്ച് കാണിച്ചു, ഉഷ അവയെയും നിഷേധിച്ചു. ചിത്രലേഖ പിന്നെ യദുവംശത്തെ പിടിച്ചു. ആദ്യമായിട്ട് ചിത്രലേഖ ആരുടെ ചിത്രം വരച്ചത്? ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് കാണിച്ചു. ഉഷ അപ്പോൾ പ്രത്യേകം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏതാണ്ട് സാമ്യമൊക്കെ ഉണ്ടല്ലോ, പക്ഷേ പ്രായം കൊണ്ട് അങ്ങോട്ട് യോജിക്കണില്ല. അപ്പോൾ ചിത്രലേഖയ്ക്ക് ധൈര്യമായി. പിന്നീട് അവൾ പ്രദ്യുമ്നൻ്റെ പടം വരച്ച് കാണിച്ചു. ഉഷ അത് വീണ്ടും വീണ്ടും നോക്കി. പൂർണ്ണമായ ആകൃതി അതിൽ തെളിഞ്ഞിട്ടില്ല, എങ്കിലും സാമ്യമുണ്ട്. അപ്പോൾ സ്നേഹമയ്യായ മന്ത്രിപുത്രി, അതായത് ചിത്രലേഖ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഞാനിപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധൻ്റെ പടം വരച്ച് കാണിച്ചു. സന്തോഷത്താൽ മതിമറന്നു ഉഷ. ഇത് തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട എൻ്റെ ഭർത്താവായിട്ട് ഞങ്ങൾ ജീവിക്കുകയായിരുന്നു സ്വപ്നത്തിൽ, ഇത് തന്നെയാണ് എന്ന് പറയും. അങ്ങനെ ആ ചിത്രം തോഴിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിട്ട് മാറോടടുക്കി ഇങ്ങനെ ആശ്ലേഷിച്ച് കുറേ നേരം ഇരുന്നു. അപ്പോൾ ചിത്രലേഖയ്ക്കും സന്തോഷമായി, കൃതാർത്ഥയായി. അവൾ സാന്ത്വന രൂപത്തിൽ പറഞ്ഞു, രാജകുമാരി വിഷമിക്കേണ്ട, ഈ ചിത്രവും പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ, സമാധാനമായിട്ട് ഇരുന്നോളൂ. ഞാൻ കുമാരിയുടെ ഈ സ്വപ്ന കുമാരനെ ഈ ക്ഷണം തന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് മായാവിദ്യയിൽ നിപുണയായിരുന്നു ചിത്രലേഖ. അപ്പോൾ തക്ഷണം തന്നെ മായായവനികയിൽ മറഞ്ഞ് ദ്വാരകയിലെത്തി അനിരുദ്ധൻ്റെ ശയനമുറിയിൽ പ്രവേശിച്ചിട്ട്, അപ്പോൾ അവിടെ കിടന്നുറങ്ങുകയാണ്. അവിടെ കിടന്നിരുന്ന യുവാവിനെ ഉണരാത്ത വിധം മയക്കി അംശത്തിൽ കയ്യിൽ വഹിച്ചുകൊണ്ട് ഉഷയുടെ മുന്നിൽ മണിയറയിൽ അവിടെ ആ കിടക്കയിൽ കൊണ്ടുവന്ന് അങ്ങ് കിടത്തും. ദ്വാരകാധിപതി ശ്രീകൃഷ്ണൻ്റെ മകൻ്റെ മകനാണ്, പൗത്രനാണ് ഈ അനിരുദ്ധ കുമാരൻ. ഈ രഹസ്യം കുമാരിയുടെ മനസ്സിലിരുന്നാൽ മതി. എപ്പോഴും ഒരു മുൻകരുതലുണ്ടായിരിക്കണം. അസുരാധിപൻ, ബാണാസുരനെ കുറിച്ചാണ് പറയണത്, അസുരാധിപൻ അറിഞ്ഞാൽ വളരെ ആപത്താണെന്ന് അറിയാലോ.
അതുകൊണ്ട് എല്ലാം രഹസ്യമായിട്ട് തന്നെ വേണേ എന്ന് പറയും. എന്നിട്ട് ചിത്രലേഖ ഉഷയുടെ ആ ശയനമുറി വിട്ടുപോവും. അല്പം കഴിഞ്ഞപ്പോൾ അനിരുദ്ധൻ ഉറക്കമൊക്കെ ഉണർന്ന് ഈ കിടക്കയിൽ എഴുന്നേറ്റിരുന്നപ്പോൾ തൻ്റെ അടുത്തുണ്ട് സുമുഖിയായിട്ടുള്ള ഒരു യുവതി ഇരിക്കുന്നു. അവൻ അത്ഭുതമായി. ഇതെന്താ, ഇതാരായപ്പത്? നിമിഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷ അവനെ പറഞ്ഞ് മനസ്സിലാക്കി, ഗ്രഹിപ്പിച്ചു. അന്നു മുതൽ സുന്ദരിയായ ഈ ഉഷയും ഒരുമിച്ച് ബാഹ്യലോകവുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ലാതെ അനിരുദ്ധൻ അവിടെ തന്നെ ആരും അറിയാതെ സ്നാനം, ഭക്ഷണം, എല്ലാം ദൈനംദിന ആവശ്യങ്ങളൊക്കെ ഉഷ വളരെ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വളരെ പരമരഹസ്യമായിട്ട് അവരവിടെ ജീവിച്ചു. അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, ഒരു ദിവസം പറയാണ്, ഞാൻ നിരായുധനായിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എന്നെങ്കിലും ഇത് ബാണാസുരൻ അറിഞ്ഞ് യുദ്ധത്തിന് വേണ്ടി വന്നാൽ എനിക്ക് ചെറുത്ത് നിൽക്കാൻ ഒരു ആയുധം പോലും ഇല്ല. അത് പറഞ്ഞപ്പോൾ ചിത്രലേഖയുടെ സഹായത്തോടെ വീണ്ടും ഏതാനും ആയുധങ്ങളൊക്കെ അവൾ ഉഷ സമ്പാദിച്ച് ആർക്ക് കൊടുത്തു? അനിരുദ്ധന് കൊടുത്തു. അവരിങ്ങനെ സുഖിച്ച് ജീവിച്ച് വന്നതിനാൽ കാലം പോയതൊന്നും അറിഞ്ഞില്ല. മാസം 2-3 കഴിഞ്ഞു. അപ്പോൾ ഉഷയുടെ പ്രകൃതത്തിലും നടപടികളിലുമൊക്കെ ഒരു മാറ്റം. അപ്പോൾ അവിടുത്തെ പരിചാരികമാർക്കൊക്കെ ഇങ്ങനെ സംശയമാണ്, എന്താ ഇപ്പോൾ ഒരു മാറ്റമുള്ളത്? വളരെ പ്രകടമായ മാറ്റമാണ് ഉഷയുടെ ചെയ്തികളിലെല്ലാം. അപ്പോൾ അവർ ഊഹിക്കുകയാണ്, ഈ ആരുടെയോ ഒരു കൂട്ടുകെട്ട് വളരെ രഹസ്യമായിട്ട് ഉഷയ്ക്കുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ വാർത്ത ബാണൻ്റെ ചെവികളിലും എത്തി. അങ്ങനെ കോപം വന്നു. ആസുരാധിപൻ ഉഷയുടെ മുറിയിൽ നിൽക്കുന്ന കാവൽക്കാരെ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർ ഭയപ്പെട്ടിട്ട് പറഞ്ഞു, സുന്ദരനായ ഒരു യുവാവിനെ രാജകുമാരിയുടെ മണിയറയിൽ ഇടയ്ക്കിടെ അടിയങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ ആപത്താകുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതാണേ. അപ്പോൾ എന്താണ്, അസുരൻ തൽക്ഷണം തന്നെ ഉഷയുടെ മുറിയിൽ ഒളിച്ചിരിക്കുന്ന അധമനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. അവർ ആ കന്യാഗൃഹത്തിൽ പ്രവേശിച്ച് അനിരുദ്ധനുമായിട്ട് നേരിട്ടു. അപ്പോൾ ഏകനാണല്ലോ അനിരുദ്ധൻ. കുറേ നേരമൊക്കെ വളരെയധികം യുദ്ധമൊക്കെ ചെയ്തു. ആ ഭടന്മാരെ മുഴുവനും, കൃഷ്ണൻ്റെ പൗത്രനാണല്ലോ, ആ ഒരു വീര്യം എന്തായാലും കാണാതിരിക്കില്ല. അവരെ ഭടന്മാരെ മുഴുവൻ തോൽപ്പിച്ചു, വധിച്ചു. അത് കേട്ട് വളരെ വർദ്ധിച്ച കോപത്തോടുകൂടി നൈരാശ്യത്തോടു കൂടിയിട്ട് ബാണൻ സമർത്ഥന്മാരായ വേറെ യോദ്ധാക്കന്മാരും ഒരുമിച്ച് ഉഷയുടെ അന്തപുരത്തിൽ കടന്നു. അനിരുദ്ധനായിട്ട് യുദ്ധം ആരംഭിച്ചു. വളരെ നേരം പോരാടിയിട്ടും ആ യാദവ വീര ശിഖാമണിയെ തോൽപ്പിക്കാനായില്ല. ഒടുവിലെ കപടമായ മായായുദ്ധം ചെയ്തു. അത് കീഴ്പ്പെടുത്താൻ അന്നാലെങ്കിലും പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നാഗപാശത്താൽ ആ യുവാവിനെ ബാണൻ ബന്ധിച്ചു. ആ സമയം കരഞ്ഞ് അശ്വപൂർണ്ണ നയനയായിട്ട് ഉഷ പറഞ്ഞു, അച്ഛനോട് അപേക്ഷിക്കുകയാണ്, അച്ഛാ, സർവ്വ അപരാധവും എൻ്റെയാണ്. ഞാനാണ് അദ്ദേഹത്തെ ആളയച്ച് ഇവിടെ വരുത്തിയത്. അദ്ദേഹം നിരപരാധിയാണ്. അപരാധിയെ രക്ഷിക്കുകയും നിരപരാധിയെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് മഹാബലിയുടെ പുത്രനായ അച്ഛന് ധർമ്മമാണോ? എന്ത് ശിക്ഷ വേണമെങ്കിലും അച്ഛൻ എനിക്ക് നൽകിക്കോളൂ, ഞാൻ സഹിക്കാം. അനവധി വീരയോദ്ധാക്കളോടും കൂടി ഏകനായ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. മായാരണം നടത്തിയിട്ടല്ലേ അങ്ങ് കീഴ്പ്പെടുത്തിയത്? അത് ബലിവംശധർമ്മമാണോ അച്ഛാ? പുത്രിയുടെ ഈ ദയനീയ വാക്കുകൾ കേട്ട ഭാവം പോലും വെച്ചില്ല ബാണൻ. അനിരുദ്ധനെ കാരാഗൃഹത്തിലിട്ട് പൂട്ടുവാൻ തന്നെ കൽപ്പിച്ചു. അങ്ങനെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ആ കുമാരൻ പിതാമഹനായിട്ടുള്ള പീതാംബരൻ, അതാരാ, ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ച് വാഹനായിട്ടുള്ള ഗരുഡനെ വിചാരിച്ചപ്പോൾ ആ പക്ഷിപ്രവരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ നാഗപാശം, ആ മായാപാശം ഉണ്ടല്ലോ, അത് കുത്തി അഴിച്ചു കളഞ്ഞു. ഗരുഡനത് പറ്റും. ഊണും ഉറക്കവും ഇല്ലാതെ സദാ കണ്ണുനീരിൽ മുഴുകി ഉഷ ആ ശയനമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ചിത്രലേഖയുടെ സഹായത്താൽ കാവൽക്കാരെ സ്വാധീനിച്ചിട്ട് ഒരു ദിവസം രാത്രിയിൽ അവൾ കാരാഗൃഹത്തിൽ ചെന്ന് അനിരുദ്ധനെ കണ്ടു, അപേക്ഷിച്ചു, പ്രഭോ, ഞാൻ അങ്ങയോട് ചെയ്ത അപരാധം ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഒരു നല്ല കുതിരയെയും ആയുധങ്ങളെയും ഞാൻ അങ്ങേക്ക് തരാം. അങ്ങ് വേഗം തന്നെ കാരാഗൃഹം വെടിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പൊയ്ക്കോളൂ.
അതുമൂലം വരുന്ന ആപത്തുകൾ മുഴുവനും ഞാൻ സഹിച്ചോളാം. പോകൂ, എനിക്ക് വേണ്ടി അങ്ങ് പോകൂ. അപ്പം അനിരുദ്ധൻ പറയും, ശ്രീകൃഷ്ണൻ്റെ പൗത്രനാണ് ഞാൻ. യദുകുല മണിദീപമായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ പൗത്രനാണ് ഞാൻ. ഒരു കള്ളനെ പോലെ ഈ കാരാഗ്രഹത്തിൽ നിന്നും ഞാൻ ഒളിച്ചോടി പോകുന്നത് എൻ്റെ പിതാമഹനെ ആക്ഷേപമല്ലേ ഉഷേ? നീ കരയാതെ പോകൂ. നിൻ്റെ കണ്ണുനീര് കാണാൻ എനിക്ക് ശക്തിയൊന്നുമില്ല. എൻ്റെ പിതാമഹൻ വന്ന് എന്നെയും നിന്നെയും രക്ഷിക്കും. നീ ധൈര്യമായിട്ട് പൊക്കോളൂ. ഇനിയും ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. പോകൂ. അങ്ങനെ ഉഷ പ്രജ്ഞയറ്റവളെ പോലെയാണ്, ബോധമൊന്നുമില്ല, വളരെ വിഷമിച്ച് പോയി. അപ്പം മാസം 4 കഴിഞ്ഞു. ദ്വാരകയിലാണെങ്കിൽ അനിരുദ്ധനെ കാണണമില്ലല്ലോ. അപ്പം ജനങ്ങളൊക്കെ പരിഭ്രാന്തരായി. എന്താ സംഭവിച്ചത്, എവിടെ പോയിരിക്കണു എന്നൊക്കെ ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അനിരുദ്ധൻ്റെ മാതാപിതാക്കൾ പ്രദ്യുമ്നനും രുഗ്മാവതിയുമാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പോൾ രുഗ്മാവതി എപ്പോഴും കരച്ചിൽ തന്നെയാണ്. രുക്മിണി എത്ര തന്നെ സമാധാനപ്പെടുത്തിയിട്ടും രുഗ്മാവതിയുടെ ദുഃഖത്തിന് ഒരു ശമനം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം നാരദ മുനി അവിടെ എഴുന്നള്ളി അനിരുദ്ധൻ്റെ ബന്ധനത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞു. അത് കേട്ടിട്ട് രോഷാകുലനായിട്ട് കൃഷ്ണൻ, സാത്വികി, പ്രദ്യുമ്നൻ, സാമ്പൻ തുടങ്ങിയവരോടും ബലഭദ്രൻ പ്രത്യേകം ഒരു വലിയ യാദവ സൈന്യത്തോടൊക്കെ കൂടിയിട്ട് ശോണിതപുരത്തേക്ക് തിരിച്ചു. അന്ന് ഗോപുരത്തിലെ കൊടിമരം ഒടിഞ്ഞു വീണു. അത് ആ വീണിരിക്കുന്നത് കണ്ടിട്ട് തന്നെ എതിർക്കാനുള്ള ആൾക്കാർ വരുന്നു എന്ന് ബാണന് തോന്നി. അതുകൊണ്ട് തന്നെ സേനനൊക്കെ ഒരുക്കി സേനാസമൂഹത്തോടു കൂടിയിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് കാത്തു നിൽക്കുകയാണ് ബാണാസുരൻ. ചെന്നപാടെ ബാണപുരിയിലെ കോട്ടകളും കിടങ്ങുകളും ഗോപുരങ്ങളും ബലരാമൻ്റെ നേതൃത്വത്തിലുള്ള സേന തകർത്ത് തരിപ്പണാക്കി. തുടർന്ന് ബാണൻ്റെ അസുരപ്പടയും കൃഷ്ണൻ്റെ യാദവപ്പടയും തമ്മിൽ ഉഗ്രമായ പോരാട്ടം ആരംഭിച്ചു. അപ്പോൾ അവിടെ കാവൽക്കാരായിട്ട് ആരാ നിൽക്കണത്? ശിവനും കുടുംബമാണല്ലേ, മഹാദേവനും കുടുംബവും ഉണ്ട്. അപ്പോൾ ശിവനും ശിവഭൂതങ്ങളും എല്ലാം ബാണൻ്റെ വശത്ത് നിന്ന് യുദ്ധം ചെയ്യാനേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ബ്രഹ്മദേവനും ദേവഗണങ്ങളും മഹർഷികളും ഒക്കെ ശങ്കരനാരായണ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശത്തിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഒരാൾ തന്നെ മായയാൽ 2ആയി പിരിഞ്ഞ് യുദ്ധം ചെയ്യണു. ബ്രഹ്മാവ് പോലും നാരായണ ശിവ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ദിവ്യാസ്ത്രങ്ങളും മഹാസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുകയാണ് എല്ലാവരും. ബാണനാണെങ്കിൽ യാദവ യോദ്ധാവായിട്ടുള്ള സാത്വികയായിട്ട് നേരിട്ടു. പ്രദ്യുമ്നനും സുബ്രഹ്മണ്യനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം. കൃഷ്ണൻ പരമശിവനുമായിട്ട് യുദ്ധം. പുരാന്തകൻ നയിക്കുന്ന ബാണസമൂഹങ്ങളെ മുരാന്തകനും മുരാന്തകൻ നയിക്കുന്ന ബാണസമൂഹങ്ങളെ പുരാന്തകനും സംഹരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ മഹാദേവൻ അയക്കുന്ന ദിവ്യാസ്ത്രങ്ങളെ ശ്രീകൃഷ്ണൻ പ്രത്യാസ്ത്രങ്ങളെ കൊണ്ട് തടുക്കുക. പിന്നെന്താ, സുദർശനം എല്ലാം യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശൂലം, മഹാദേവൻ ശൂലം ഉപയോഗിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിക്കുന്നു. പ്രദ്യുമ്നൻ്റെ അസ്ത്രങ്ങളെ തടുക്കാൻ വയ്യാതെ അറുമുഖൻ, അതാരാ, സുബ്രഹ്മണ്യൻ പിന്തിരിഞ്ഞുണ്ട്. ബാണൻ്റെ പുത്രൻ സാമ്പനോട് തോറ്റു പിന്തിരിഞ്ഞോടി. അങ്ങനെ ബാണൻ്റെ നേരെ, ബാണാസുരൻ്റെ നേരെ ബാണങ്ങളിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. അസുരാധിപൻ്റെ 500 ധനുസുകളും ഒടിഞ്ഞു. രഥം തകർന്നു. അവനെ വധിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ മുമ്പോട്ടെടുത്തു. അപ്പോൾ ഒരു സൂത്രം പ്രയോഗിച്ചു. എന്താണെന്നറിയോ? മായാവിദ്യയാലാണ്. അദ്ദേഹത്തിൻ്റെ ബാണാസുരൻ്റെ അമ്മ പൂർണ്ണ നഗ്നയായിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് പുത്രനെ വധിക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നഗ്നയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണാനുള്ള അറപ്പോടെ ലജ്ജാനിമഗ്നനായിട്ട് ഭഗവാൻ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നാണ് പറയണേ. ആ തക്കം നോക്കിയിട്ട് ബാണാസുരൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ്. വളരെ വർഷങ്ങൾക്കപ്പുറം മരണമടഞ്ഞ കോടരായുടെ ഒരു മായാരൂപമായിരുന്നു അത്. അതല്ലാതെ ശരിക്കുള്ള അമ്മയൊന്നുമല്ല. അത് ബാണൻ്റെ ഒരു മായാവിദ്യ ആയിരുന്നുകൊണ്ട് ആ സമയത്ത് സ്തംഭിതനായിട്ട് നിന്ന പരമശിവനിൽ നിന്നും അപ്പോൾ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു ജ്വരം ഉദ്ഭവിച്ചിട്ട് ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അടുത്തു. കൃഷ്ണനും അപ്പോൾ തത്തുല്യനായിട്ട് ഒരു വിഷ്ണു ജ്വരത്തെ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു പ്രത്യേകതര യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ശ്രീകൃഷ്ണൻ കോപം സഹിക്കവയ്യാതെ ചെങ്കുങ്കുമ വർണ്ണത്തിലായി എന്നാണ് പറയണത്. മുഖം ശോണവർണ്ണമായി. ആ തൃക്കൈയിലെ സുദർശന ചക്രം അത് ഉപയോഗിച്ചിട്ട് ബാണൻ അഭയം തേടിയിരിക്കുന്ന സങ്കേതത്തിലേക്ക് അങ്ങ് പോവുക, സംഹാരമൂർത്തിയായിട്ട്. ചെന്നപാടെ അവനെ ബലമായിട്ട് പിടിച്ച് അവൻ്റെ സഹസ്രബാഹുക്കളും ചക്രത്താൽ അങ്ങ് ഛേദിച്ചു. അത് കണ്ട് മഹാദേവൻ സ്തംഭിച്ചിട്ടിങ്ങനെ നിൽക്കുക.
എന്നിട്ട് ഓടി അടുത്ത് ചെന്നിട്ട് പറയുക, കൃഷ്ണ അവനെ വധിക്കരുത്, അവൻ എൻ്റെ ഭക്തനാണ്, ആ നിലയിൽ അങ്ങയുടെയും ഭക്തനല്ലേ, അഹങ്കാരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയതായിരിക്കും, പക്ഷേ വിഷ്ണു ഭക്തനായ പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്ന മഹാബലിയുടെ പുത്രനാണിവൻ, അവന് മാപ്പ് കൊടുക്കുക. അപ്പോൾ ലോകൈകനാഥനായിട്ടുള്ള കൈലാസപതി ഇത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയാണ്, അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കിയില്ലേ ഈ അഹങ്കാരി, അവന് മാപ്പില്ല. അങ്ങനെയുള്ള ആൾക്ക് എന്തിനാ അങ്ങ് അപേക്ഷിക്കുന്നത് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്? അങ്ങയുടെ ഭക്തവാത്സല്യം കൊണ്ടാണെന്ന് എനിക്കറിയാം, അത് ഞാൻ ആദരിക്കുന്നു. അങ്ങയുടെ ഭക്തൻ അങ്ങ് അരുളിയതുപോലെ എൻ്റെയും ഭക്തൻ തന്നെയാണ്. ഒന്നിനെ രണ്ടായി കണ്ട് ഒന്നിനെ പൂജിക്കുകയും മറ്റേതിനെ ദ്വേഷിക്കുകയും ചെയ്യുന്ന അഹങ്കാരിയായ അജ്ഞാനിക്ക് തോന്നുന്ന അഹങ്കാരം, ദർപ്പാണിത്. ഭക്തോത്തമന്മാരായ പ്രഹ്ലാദൻ്റെയും മഹാബലിയുടെയും വംശത്തിൽ ജനിച്ച ഒരു ദാനവൻ ദാനവപ്രിയനായ അങ്ങയെ ഗോപുര കാവൽക്കാരനാക്കാൻ മാത്രം അഹങ്കാരിയായി തീർന്നപ്പോൾ അതടക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ വരണ്ടേ, അതിനു വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ ഇവൻ്റെ ഒരു ഭ്രാതാവായിട്ടുള്ള വൃഷവർമാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയിൽ കൂടി പോരുവംശം വളരുന്നുണ്ട്. ഇവൻ്റെ പുത്രിയായ ഉഷയിൽ കൂടി യദുവംശവും വളരണം എന്നുള്ള ആഗ്രഹത്താലാണ് എൻ്റെ പൗത്രനിൽ ഇവൾ അനുരക്തയായത്, പ്രണയിനിയായത്. അപ്പോൾ എല്ലാം അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇവൻ്റെ സഹസ്രബാഹുക്കളും ഞാൻ മുറിച്ചു, എങ്കിലും അങ്ങയുടെ ഭക്തൻ എന്ന നിലയിൽ 4 കൈകൾ ഞാൻ ദാനം ചെയ്യാണ്. ഇവൻ്റെ ഈ അമിതമായിട്ടുള്ള അഹങ്കാരം അത് അമർത്താൻ വേണ്ടിയാണ് ഞാൻ അവൻ്റെ കൈകളൊക്കെ മുറിച്ച് കളഞ്ഞത്. അവന് 1000 കൈകൾ നൽകിയത് അങ്ങാണ്. ആ കരങ്ങൾ മൂലം അവനിന്ന് അഹങ്കാരം കൂടിയപ്പോൾ അവയെ ഛേദിക്കേണ്ടതും അങ്ങായ ഞാൻ തന്നെയാണ്. അത് ഞാൻ ചെയ്തു. ഇനിമേൽ നിന്തിരുവടി ഇവൻ്റെ ഗോപുരവാതിൽക്കൽ കാവൽ നിൽക്കരുത്, അത് ഞാൻ നിരോധിച്ചിരിക്കുകയാണ്. ഭഗവാനെ പടിവാതിൽക്കൽ കാവൽക്കാരനാക്കിയ പരമദുഷ്ടനാണ് ഇവൻ. അങ്ങനെ അരുളിയിട്ട് മുരളീധരൻ ഗിരിമകൾ കാന്തൻ, അതായത് മഹാദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിടവാങ്ങി ആ സമയം ബാണൻ ഭക്തി വിവശനായിട്ട് സർവ്വ അഹങ്കാരവും വെടിഞ്ഞ് കൃഷ്ണൻ്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ഭഗവാനെ അജ്ഞത മൂലം അടിയൻ ചെയ്ത അപരാധം എല്ലാം സർവവും ക്ഷമിക്കണേ. അങ്ങനെ ഏണാഗചൂടനെ അടിയൻ്റെ ഗോപുര കാവൽക്കാരനാക്കിയത് അടിയൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ്. എല്ലാം ക്ഷമിച്ച് അടിയനെ അനുഗ്രഹിക്കണം. എൻ്റെ ബുദ്ധി ഇപ്പോഴാണ് തെളിഞ്ഞത്. നിന്തിരുവടി ആരാണെന്ന് അടിയന് ഇപ്പോൾ ബോധ്യായി. അപ്പോൾ പറയും, മഹാബലി നന്ദന, അങ്ങയുടെ പിതാവിനെ പോലെ അങ്ങും ധന്യനായിട്ട് ഭവിച്ചിരിക്കുന്നു, അങ്ങേക്ക് സർവ്വ മംഗളങ്ങളും ഞാൻ നൽകുകയാണ് എന്ന് അരുളി ചെയ്ത് കൃഷ്ണൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും, മഹാദേവനും പാർവതീദേവിയും ഗണേശനും സുബ്രഹ്മണ്യസ്വാമിയും ഭൂതഗണങ്ങളും എല്ലാവരും സ്വയം അപ്രത്യക്ഷരായി ബാണൻ തൊഴുകൈകളോടെ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ച് കാരാഗൃഹത്തിൽ നിന്നും അനിരുദ്ധനെ മോചിപ്പിച്ചു. എന്നിട്ട് ഭഗവത്പാദങ്ങളിൽ ഉഷാകുമാരിയെയും കൂട്ടിയിട്ട് ആദരപൂർവ്വം സമർപ്പിക്കുകയാണ്. നിന്തിരുവടി എൻ്റെ പുത്രിയെ സദയം സ്വീകരിക്കണമെന്ന് പറയും. അങ്ങനെ അങ്ങയുടെ പുത്രിയെ ഞാൻ എപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മാഗധനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്തിരുവടിക്ക് എതിരായിട്ട് അടിയൻ്റെ സൈന്യത്തെയും ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്, അതും ക്ഷമിക്കാൻ പറയുകയാണ് ബാണൻ. അപ്പോൾ അത് യുദ്ധകാരിയാണ്, അതിലാർക്കും പരിഭവിക്കാനോ നീരസപ്പെടാനോ ഇല്ല, കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കന്യകാധനായിട്ട് അളവറ്റ രത്നധനാദികളും എല്ലാം നൽകി അവയെല്ലാം സ്വീകരിച്ച് ഭഗവാൻ ബലഭദ്രാദികളോടും യാദവസേനയോടും ഉഷ അനിരുദ്ധന്മാരോടും കൂടി ദ്വാരകയിലെത്തി ഉഷയുടെ വിവാഹം ആഘോഷപൂർവ്വം കൊണ്ടാടി. അപ്പോൾ ഇതാണ് ഉഷ അനിരുദ്ധ വിവാഹ കഥ. ഇന്ന് ഇത്ര മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.